ഹലോ, അപ്പോൾ ഇന്നൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നമുക്ക് ഈ ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഞാനൊരു 36 ഇഞ്ച് സൈസുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 11.5 ഇഞ്ചിലാണ് ഞാൻ തുണി മടക്കി മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത്. നമ്മളിതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തു. അവിടുന്ന് നേരെ താഴേക്ക് നമുക്ക് ആം ഹോൾ ഒരു 6.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആ ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ കർവി ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം ആം ഹോള്. പിന്നെ അതിന് ശേഷം നമുക്ക് കഴുത്ത് വരയ്ക്കാം. കഴുത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിൽ തന്നെ മാർക്ക് ചെയ്യുന്നത്. ഒരു 5 ഇഞ്ച് ഡെപ്തിലാണ് കഴുത്ത് മാർക്ക് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം സെയിം ഇതുപോലെ തന്നെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു സ്ക്വയർ റൗണ്ടാണ് കഴുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു കോർണറിൽ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കണം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് കൃത്യമായിട്ട് തന്നെ ആ വളവൊക്കെ വരാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഷോൾഡറിൽ നിന്ന് ഒരു 16 ഇഞ്ചസ് താഴേക്ക്, യോക്ക് പോർഷനാണ്, യോക്കിൻ്റെ ലെങ്ത്താണ് 16 ഇഞ്ച് വരുന്നത്. അതൊക്കെ നോർമലി എല്ലാവർക്കും ആ ഒരു സൈസ് തന്നെ 14 to 16 ആ ഒരു സൈസിലെടുത്താൽ മതി. അത് 16 ഇഞ്ച് കൊടുത്തു. 16 ഇഞ്ചിൽ തന്നെ നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ഫ്രെയിമിൽ നിന്ന് പുറത്തായി പോയി, എടുത്തതിന് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണാൻ പറ്റാത്തത്. താഴെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പം കഴുത്തും ആംഹോളും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നല്ല ഒരു കർവ് വരുന്ന ഏരിയയിലെല്ലാം മെല്ലെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. വളഞ്ഞൊന്നും പോകരുത്. വളഞ്ഞു പോയി കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് സൂക്ഷിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്തിട്ട് സെയിം ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്യേണ്ടത്. ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ബാക്കിൽ നെക്കിൻ്റെ ലെങ്ത് കുറച്ചാണ് എടുത്തേക്കുന്നത്. ഒരു 4 ഇഞ്ച് ലെങ്ത്തിലാണ് ബാക്ക് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് മെഷർ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി നമുക്ക് താഴേക്ക്, യോക്ക് പോർഷനിൽ നിന്ന് താഴേക്ക് ഒരു റഫിൾസ് വരുന്നത് പോലെയാണല്ലോ ടോപ്പ്. അപ്പോൾ ആ റഫിൾസിൻ്റെ കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു 44 ഇഞ്ച് ലെങ്ത്തിൽ 12 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടാണ് റഫിൾസ് കട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ടോട്ടൽ ഒരു 20 ഇഞ്ചസ് വരും. സോ നമ്മൾ അതിന് റഫിൾസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 44 ഇഞ്ച് ലെങ്ത്തിൽ 12 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളത് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ തുണി നേരെ മടക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇത് ഞാനും അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും നമുക്കത് എന്താ പറയുക, വളഞ്ഞിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നതാണ്. ശരിക്കും അത് നേരെ തന്നെയാണ്. ഇനി നമുക്കതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്യണം. സ്ലീവ്സ് ഞാനൊരു മുകളിൽ ചെറിയൊരു പഫ് കൊടുത്തിട്ട് താഴേക്ക് റഫിൾസ് വരുന്ന രീതിക്കാണ് സ്ലീവ്സ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത് ഒരു 7 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 7 ഇഞ്ച് പ്ലസ് റഫിൾസും കൂടെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ ഒരു 10.5 ഇഞ്ചൊക്കെ സ്ലീവിന് ലെങ്ത് വരും. അപ്പോൾ അതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ വെക്കാനുള്ള റഫിൾസ് കട്ട് ചെയ്തെടുക്കാം. റഫിൾസിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു 24 ഇഞ്ച് ലെങ്ത്തിൽ ഒരു 4.5 ഇഞ്ച് വിഡ്ത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിംഗ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഈസിയാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളിതിൻ്റെ നെക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം.
നെക്ക് മടക്കി അടിക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമലി 2 മടക്കാണ് നെക്കിനൊക്കെ കൊടുക്കുന്നത്. സോ നമ്മൾ ആദ്യം ഇവിടെ ഒറ്റ മടക്കേ കൊടുക്കുന്നുള്ളൂ. 2 മടക്കും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കർവ് വരുന്ന പോർഷനിലൊക്കെ വരുമ്പോഴത്തേക്കും മടങ്ങിപ്പോകാനും വളഞ്ഞു പോകാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമേ ഒരു ഒറ്റ മടക്ക് കൊടുത്ത് അടിച്ചു കൊടുക്കുക. കർവ് ഏരിയ വരുമ്പോഴത്തേക്കും ഫുട്ടർ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് സൂചി അവിടെ തന്നെ കുത്തി വെച്ചിട്ട് ഫുട്ടർ പൊക്കി കൊടുത്തിട്ട് നമുക്ക് മെല്ലെ ആ ഒരു കർവ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നീറ്റായിട്ട് കർവി ആയിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വളഞ്ഞും ചരിഞ്ഞും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിത് കഴുത്ത് ഫുൾ അടിച്ചതിന് ശേഷം നമുക്ക് ആദ്യമേ തൊട്ട് ഇപ്പം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഒന്നുകൂടി മടക്കിയിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. മറ്റേത് ഒറ്റവട്ടം അടിച്ചാൽ മതിയെങ്കിൽ പോലും കർവ് വരുന്ന ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കും വളഞ്ഞൊക്കെ പോകാറുണ്ട്. ഇതിപ്പോൾ 2 വട്ടം അടിക്കണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നെക്ക് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് അടിച്ചു കൊടുക്കാം, ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു ലോക്കിട്ട് കൊടുത്തിട്ട് വേണം പിന്നീട് സ്റ്റിച്ച് ചെയ്യാനായിട്ടും. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഞാനൊരു ഓവർലോക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ 2 ഷോൾഡറും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ റഫിൾസിൻ്റെ കൈയുടെ റഫിൾസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന തുണിയുടെ 2 വശവും മടക്കി അടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 പീസ് കട്ട് ചെയ്തതിൻ്റെയും 2 വശവും ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മടക്കി അടിച്ച് കൊടുക്കാം. മടക്കി അടിച്ചതിന് ശേഷം നമ്മളൊരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ മെഷീൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ സൈഡിൽ നിന്ന് നൂല് വലിച്ച് ഇങ്ങനെ നമുക്ക് റഫിൾസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു താഴ്വശം മടക്കി അടിച്ച് കൊടുക്കണം. 2 മടക്കിനും സ്ലീവിൻ്റെ താഴ്വശം നമുക്ക് മടക്കി അടിച്ച് കൊടുക്കാം. രണ്ട് സ്ലീവും ഇങ്ങനെ മടക്കി അടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റഫിൾസ് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ മുകളിലത്തെ പഫ് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ആ സെൻറ്റർ നമ്മൾ ഷോൾഡറിൻ്റെ ജോയിൻ ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ അവിടേക്ക് വെക്കണം. അപ്പം നമ്മൾ സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പോർഷൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. സ്ലീവ് അടിച്ചു കൊടുക്കുമ്പോഴും ഇത് തന്നെ ശ്രദ്ധിക്കേണ്ടത്, കർവ് വരുന്ന ഏരിയയിലേക്ക് നമ്മൾ ഫൂട്ടർ ജസ്റ്റ് പൊക്കി കൊടുക്കുക. പൊക്കി കൊടുത്തിട്ട് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു വശം ആദ്യം ഇങ്ങനെ ജോയിൻ ചെയ്യുക, എന്നിട്ട് അതേപോലെ തന്നെ മറ്റേ വശവും ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടോട്ടലി സെക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പോർഷനിൽ നിന്ന് താഴേക്കുള്ള റഫിൾസ് ഉണ്ടാക്കി എടുക്കണം. അതിന് മുന്നേ തന്നെ നമുക്ക് ടോപ്പിൻ്റെ ആ ഒരു യോക്ക് പോർഷൻ്റെ താഴ്വശം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. നമ്മൾ അവിടേക്കാണ് റഫിൾസ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു താഴ്വശം 2 മടക്കടിച്ച് ഫിനിഷാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടും ബാക്കും നമ്മൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ റഫിൾസ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ലെങ്ത്തുള്ള തുണിയെ നമുക്ക് അതിൻ്റെ 2 വശവും ഇതേപോലെ നമുക്ക് മടക്കി കൊടുക്കാം. അങ്ങനെ 2 പീസും ഒരേപോലെ തന്നെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് നമ്മളിപ്പം സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട്, സ്ലീവിൽ റഫിൾസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലെങ്തി സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു ലെങ്തി സ്റ്റിച്ച് നമുക്ക് ഇവിടെയും ഇട്ട് കൊടുക്കാം. ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ റഫിൾസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. സോ അതേപോലെ തന്നെ ലെങ്തി ആയിട്ടൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ നൂല് സൈഡിൽ നിന്ന് വലിച്ചു കൊടുത്തിട്ട് റഫിൾസ് ഈസി ആയിട്ട് മേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ ബാക്കിലും വെക്കാനുള്ള റഫിൾസ് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ മടക്കി അടിച്ച നമ്മുടെ ആ ഒരു താഴ്വശത്തേക്ക് ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 2 സ്റ്റിച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളും. അങ്ങനെ നൂല് ഇളകിപ്പോവോ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ സ്റ്റിച്ച് എപ്പോഴും നല്ല സെക്യൂറായിട്ട് ഇരിക്കും. ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളഞ്ഞൊന്നും പോവാതെ നേരെ തന്നെ പിടിച്ച് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ടും ബാക്കും അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കംപ്ലീറ്റ്ലി അതൊന്ന് മെഷർ നോക്കി മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ബോഡീൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഓവർലോക്കും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് ഈസിയാണെന്ന്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ഹാർട്ട് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെ ഹൈലൈറ്റ് തന്നെ അതാണ്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ നോർമൽ പെന്ന് വെച്ചാണ് വരച്ചു കൊടുക്കുന്നത്. ഇതിൽ എംബ്രോയ്ഡറി ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണിത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന സ്റ്റിച്ച് തന്നെയാണ്. ഞാൻ ആങ്കറിൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ത്രെഡാണ്. ഒരു ടോട്ടൽ 6 strands വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഗുഡ് ക്വാളിറ്റി ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കളറൊക്കെ പോയിട്ട് ആകെ നമ്മുടെ ഡ്രസ്സ് വൃത്തികേടാകും. സോ ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ മേക്കിംഗ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.